പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 2-ാം തീയതി, അതായത് ഡിസംബർ 2-ാം തീയതി വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു ഫോണിൽ. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പാലയിൽ പോയിരിക്കുകയാണ്. പാലയിൽ നിന്നാണ് അവർ എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വീട്ടിൽ പോലീസ് സെർച്ച് വാറൻറ്റുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പോലീസ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എൻ്റെ ഒരു വീട്ടുജോലി ചെയ്യാൻ വരുന്ന ഒരു ജോലിക്കാരി മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സെർച്ച് വാറൻറ്റുമായിട്ട് വന്ന പോലീസ് വീട്ടിനകത്തു കയറി, ഓർത്തുകൊള്ളണം, അന്നേരം ജോലി ചെയ്യുന്ന ജോലിക്കാർ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. അത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്കാർ പറഞ്ഞ് കയറാൻ പാടില്ല, കാരണം വീട്ടിലെ ബന്ധപ്പെട്ടവരെ, ഗൃഹനാഥനും ഭാര്യയും ഒന്നും വീട്ടിലില്ല എന്ന് പറഞ്ഞ് അവർ തൽക്കാലം ഒന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബന്ധപ്പെട്ടവരാരാ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ആ ജോലിക്കാരി അവർ എൻ്റെ ഭാര്യയെ വിളിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, വീടിൻ്റെ ഉടമസ്ഥ ഞാനാണ്, വീട് എൻ്റെ പേരിലാണ്, അതുകൊണ്ട് ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഞാനുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിനാണല്ലോ സെർച്ച് വാറൻറ്റുമായിട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്നെ വിളിക്കാം, എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ജോലിക്കാരി പറഞ്ഞതനുസരിച്ച്, ജോലി ചെയ്യുന്ന ജോലിക്കാരി പറഞ്ഞതനുസരിച്ച് ഈ പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ ആ സെർച്ച് വാറൻറ്റുമായിട്ട് വന്നിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു സബ് ഇൻസ്പെക്ടറാണ്. ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഏതാണ് പോലീസുകാരെ എൻ്റെ വീട്ടിൽ വരുന്നത്. അവരൊന്ന് പുറത്തിറങ്ങി നിൽക്കുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ് അതിനെ തുറന്നിട്ടാവണം, അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി നിന്ന് ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഭാവം മാറുന്നു. അവർ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോട് പറയുന്നു, നിങ്ങൾ വീട് തുറന്നു തന്നില്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കും എന്ന് മാത്രമല്ല നിങ്ങളെ കേസിൽ പ്രതിയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ എൻ്റെ വീട്ടിൽ കയറുന്നു. വീട്ടിൽ കയറി ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ സെർച്ച് നടത്തുന്നു. എന്നിട്ട് സെർച്ച് നടത്തിയിട്ട് സെർച്ചിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു മഹസറൊക്കെ എഴുതി വെച്ചിട്ട് അവർ പോകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ക്രമസമാധാന പാലനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ നിയമവ്യവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം, ഞാനൊരു കേരളത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയായ, കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുള്ള, കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏറ്റവും അതുല്യനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി 2001 മുതൽ 2006 വരെ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു എനിക്ക് തോന്നുന്നൊരു 1/4 നൂറ്റാണ്ട് കാലമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. VS അച്യുതാനന്ദന് മുമ്പ്, കൂടെ ജോലി ചെയ്യുന്നതിന് മുമ്പ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ പ്രൊഫസർ IS ഗുലാത്തി കേരളത്തിലെ ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി 5 വർഷം ജോലി ചെയ്ത ആളാണ്. CDT എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ 10-20 വർഷക്കാലത്തോളം ജോലി ചെയ്ത ഒരു സീനിയർ സയൻറ്റിസ്റ്റായി അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അങ്ങനെയുള്ള എൻ്റെ വീട്ടിൽ ആണ് ഈ പിണറായിയുടെ പോലീസ് ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാത്ത സമയത്ത് ഒരു സെർച്ച് വാറൻറ്റുമായി എൻ്റെ വീട്ടിൽ വന്ന് സെർച്ച് നടത്തുന്നത്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്തുക്കളെ, ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. എൻ്റെ പ്രേക്ഷകർക്കറിയാലോ, ഞാൻ ADGP ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തെറ്റുകൾക്കെതിരെ, അനീതികൾക്കെതിരെ, അയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, അയാളുടെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഞാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 മുതൽ ഞാൻ സമരം ചെയ്യുകയാണ്. ഇന്നലെ തുടങ്ങിയ സമരമല്ല, അയാൾ ADGP ആയപ്പോഴും തുടങ്ങിയ സമരമല്ല. എനിക്ക് തോന്നുന്നു അയാൾ SP ആയിരുന്ന സമയം മുതൽ തുടങ്ങിയ ഒരു പോരാട്ടമാണ് ഞാനിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ആ പോരാടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് അറിയാം. അയാൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. അയാൾ ചെയ്ത തെറ്റുകൾ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ തെളിവുകൾ കിടപ്പുണ്ട് എന്നുള്ളതറിയാം. അയാൾ ചെയ്ത തെറ്റുകൾ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്നുള്ളത് അയാൾക്കറിയാം. അതെല്ലാം അയാൾക്ക് നല്ലപോലെ അറിയാം. അയാൾ ആരാണെന്ന് എനിക്കും നല്ലപോലെ അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അയാൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അയാൾ 5 വർഷമായി എനിക്കെതിരെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് അയാൾ നടത്തുന്നുണ്ട്. ഞാനാണ് ആ കേസിൽ ഹാജരാവുന്നത് തന്നെ. പാർട്ടി ഇൻപേഴ്സണായി ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അയാൾ ആരാണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. അയാൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. ആ തെറ്റുകളുടെ തീവ്രത എന്താണെന്ന്, അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്ന് അയാൾക്കറിയാം. അയാൾ എങ്ങനെയാണ് ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് അയാൾക്കറിയാം. എൻ്റെ പോരാട്ടത്തിൽ അയാൾ വീഴും എന്നും അയാൾക്ക് നല്ലപോലെ അറിയാം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നു. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് അയാളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്താ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച 8 ഇടക്കാല ഉത്തരവുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി പറയുന്ന, അന്താരാഷ്ട്ര ബന്ധം പോലുമുണ്ട് എന്ന് പറയുന്ന ശബരിമല പെരുങ്കൊള്ളയിലെ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ADGP എന്ന് പറയുന്ന ADGP എസ് ശ്രീജിത്തിനുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പൊതുമണ്ഡലത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, പെരുങ്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ പറയുക മാത്രമല്ല, ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് ഞാൻ ഇയാളുടെ ഈ അനധികൃതമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചിട്ട് വിശദമായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികൾ കൊടുത്തതിനെ തുടർന്ന് ഞാൻ നേരത്തെ എൻ്റെ പ്രേക്ഷകരുമായി സംസാരിച്ചു. ഈ കഴിഞ്ഞ 25-ാം തീയതി അയാൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള പരാതിയാണ് എന്നാണ് FIR-ൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്കാലുള്ള പരാതി. ആ പരാതി കിട്ടിയ പാടെ തന്നെ അവിടെ ഇരിക്കുന്ന പോലീസ് ഏമാന്മാർ FIR ഇട്ടു. കാരണം ADGP ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ADGP എന്ത് പറഞ്ഞാലും എഴുന്നേറ്റ് നിന്ന് മൂക്ക് മുട്ടയും മുട്ടിച്ച് FIR ഇടുക എന്നുള്ളതാണല്ലോ കേരളത്തിലെ പോലീസിൻ്റെ, പിണറായി പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി. ഈ TV ചാനലിൻ്റെ റിമോട്ട് മാറ്റുന്നത് പോലെ മേലുദ്യോഗസ്ഥന്മാർ, മേലാളന്മാർ, രാഷ്ട്രീയക്കാരും പോലീസും ഒക്കെ ഉന്നതരെന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഉരുളുക എന്നുള്ളതാണ് കീഴ് ജീവനക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പരിപാടി എന്നറിയാമല്ലോ. അത് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആ SI എനിക്കെതിരെ FIR ഇട്ടു. അതിൽ പറയുന്നത് എന്താണ്? ഞാൻ പോലീസ് സേനയ്ക്കെതിരെ സംസാരിച്ചു, ഞാൻ മതസ്പർദ്ധ വളർത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് BNS-ലെ 192(4)(1) എന്നുള്ള വകുപ്പും 192-ഉം കേരള പോലീസ് ആക്ടിലെ 120O എന്ന് പറഞ്ഞ വകുപ്പ് ഇട്ട് എനിക്കെതിരെ ബെയിലബിൾ ആയിട്ടുള്ള ഒരു FIR ഇടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ സെർച്ച് വാറണ്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഉത്തരവ് മേടിക്കുന്നു. ആ ഉത്തരവ് മേടിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സെർച്ച് വാറണ്ടുമായി എൻ്റെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടാവണ്ടേ സുഹൃത്തുക്കളെ? എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. അയാൾക്ക് എൻ്റെ വീട്ടിൽ സെർച്ച് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം കോടതിയുടെ ഉത്തരവാണ്. അതിന് എനിക്ക് തടയാൻ കഴിയില്ല. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പോലും എനിക്ക് തടയാൻ കഴിയില്ല. പക്ഷേ സെർച്ച് വാറണ്ട് പോയിട്ട് വരുമ്പോൾ എന്നെ അറിയിക്കുന്നില്ല. പോട്ടെ, എന്നെ അറിയിക്കണ്ട. എൻ്റെ ഭാര്യയെ അറിയിക്കുന്നു. ഭാര്യ വീട്ടിലില്ല, ഞാനും വീട്ടിലില്ല. ഞാനും ഭാര്യയും വീട്ടിലില്ലാത്തപ്പോൾ ഇയാൾക്ക് എന്ത് അവകാശം ഇയാൾ പറഞ്ഞു വിട്ട പോലീസുകാർക്ക് എൻ്റെ വീട്ടിൽ കയറി സെർച്ച് വാറണ്ടുമായി സെർച്ച് നടത്താനെന്നാണ് ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെയും ഭാര്യയുടെയും അഭാവത്തിൽ എൻ്റെ വീട്ടിൽ കയറി സെർച്ച് നടത്തിയത്? ഈ മനസ്സിലാവുന്നില്ല. ഞാൻ ഉണ്ടെങ്കിൽ പോലും സെർച്ച് നടത്തുന്നത് എനിക്ക് തടയാൻ കഴിയില്ല. കാരണം കോടതി ഉത്തരവാണ്. പക്ഷേ എന്നെ അറിയിക്കുന്നില്ല. എൻ്റെ ഭാര്യ സ്ഥലത്തില്ല. എന്ന് മാത്രമല്ല, സ്ഫോടനാത്മകമായിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അയാൾക്കെതിരെ ചില വീഡിയോകൾ ചെയ്യുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്തു അതിൻ്റെ ഉള്ളടക്കത്തിൽ. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാതപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് കയറി സെർച്ച് നടത്തുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി വാതിൽ തല്ലിപ്പൊളിക്കുന്നു, അവരെ കേസിൽ പ്രതിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി സെർച്ച് നടത്തിയിട്ട് പോവുകയാണ്. ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വശത്ത് അത്യുന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണ, മറുവശത്ത് ഒരു സാധാരണ പൗരനായിട്ടുള്ള ഞാൻ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ADGP ശ്രീജിത്തിനോടും അയാളുടെ താളത്തിന് തുള്ളിക്കൊണ്ടിരിക്കുന്ന താഴെത്തട്ടിലെ പോലീസുകാരോടും ഈ ബാലസുബ്രഹ്മണ്യം SIയോടും ഒക്കെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. KM ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഞാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ നിന്ന് 1 ഇഞ്ച് 1 മില്ലിമീറ്റർ പോലും ഞാൻ പിന്നോട്ട് പോവില്ല. കാരണം സത്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. സത്യം എൻ്റെ കൂടെയാണ്. ADGP ശ്രീജിത്ത് എങ്ങനത്തെ ആളാണെന്ന് എനിക്ക് നന്നായി അറിയാം. അയാൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയാൾ സാക്ഷികളെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നൊക്കെ ആണെങ്കിൽ പോലും ഒരു സാധാരണ പൗരനായിട്ടുള്ള ഞാൻ 1 ഇഞ്ച് പോലും ഈ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവില്ല എന്ന് ഈ ADGP ശ്രീജിത്തും അയാൾ നിൽക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ VS അച്യുതാനന്ദൻ്റെ ശിഷ്യനാണ്. 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. എന്നോട് VS പറഞ്ഞിട്ടുള്ളത് പന്തെടുത്ത് നിലത്തേക്ക് എറിഞ്ഞാൽ അത് ഇരട്ടി വേഗതയിൽ പുറകോട്ട് വരുന്നു. അതുകൊണ്ട് എനിക്കെതിരെ നീക്കങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇരട്ടി ശക്തനാകും എന്ന് ഈ മുകളിലുള്ളവന്മാർ മുതൽ താഴെയുള്ളവന്മാർ വരെ വിശ്വസിച്ചു കൊള്ളുക. എൻ്റെ വീട്ടിൽ നടന്നിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള കാര്യമാണ്. ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാത്തപ്പോൾ നടന്നിട്ടുള്ള ഈ സെർച്ച് അനധികൃതമാണ്. എന്തിനാണ് ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ കയറി സെർച്ച് നടത്തിയത്? എന്തിനാണ് ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ കയറി സെർച്ച് നടത്തിയത്? അതിൻ്റെ ഉദ്ദേശം എന്താ? അത് ബന്ധപ്പെട്ടവരാരായാലും അവർ കോടതികളിലൊക്കെ മറുപടി പറയേണ്ടി വരും. അതിൻ്റെ നടപടികൾ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് ADGP ശ്രീജിത്തിനോടൊരു കാര്യം മാത്രം പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് DGP പോലും അറിയാതെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്രയും മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ നടത്തിയ അനധികൃതമായിട്ടുള്ള ഈ സെർച്ച് ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട DGPയെ നേരിട്ട് കണ്ട് ഞാൻ പറയാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ SITക്ക് വീണ്ടും നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഹൈക്കോടതിയിൽ പോകുന്ന കാര്യവും ഞാൻ വളരെ ഗൗരവമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളൂ. അതുകൊണ്ട് അധികാരവും കുറേ നക്ഷത്രങ്ങളുമൊക്കെ തോളയിലും ഇതിലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നെഗളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞാൻ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി സാക്ഷാൽ പിണറായി വിജയനെതിരെ റോഡ് വക്കിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ADGP ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഓർത്തോളണം. പിണറായി വിജയനെതിരെ കഴിഞ്ഞ 25 വർഷമായി ജീവൻ പണയം വെച്ച് പോരാടുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകനാണ്. എന്നെ വരട്ടാൻ ADGP ശ്രീജിത്ത് നിങ്ങൾ ഇറങ്ങരുത്, നടക്കില്ല. ADGP ശ്രീജിത്തിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ നേരത്തെ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം എനിക്കറിയാം. അതെല്ലാം എടുത്തുകൊണ്ടുള്ള പോരാട്ടം ഞാൻ തുടരും. എന്നെ വരട്ടാൻ നോക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെക്കാൾ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്നു ടോമിൻ തച്ചങ്കരി. അയാൾ ഓടുകയാണ് ഇപ്പോൾ, പില്ലർ ടു പോസ്റ്റ് ഓടുകയാണ് എന്ന് നിങ്ങൾ ഓർത്തോണം. എന്ന് മാത്രമല്ല, ശ്രീജിത്ത് പറയുമ്പോൾ അയാളുടെ താളത്തിന് തുള്ളുന്ന പോലീസുകാർ, ബാലസുബ്രഹ്മണ്യം SI ഒക്കെ ഉൾപ്പെടെ ഉള്ളവരും എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിന് കാത്തിരുന്നു കൊള്ളണം എന്ന് മാത്രമേ എനിക്ക് ഇവരോടെല്ലാവരോടും ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.